ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായമാണ്. ഈ 13-ാം അധ്യായത്തിൽ യഹൂദന്മാർ വന്ന യേശുവിനോട് രണ്ട് സംഭവങ്ങൾ പറഞ്ഞു ചോദിക്കുന്നു. രണ്ട് ദുരന്തങ്ങളാണ്. അതെന്തുകൊണ്ട് അവർക്ക് സംഭവിച്ചു? അവർ സാധാരണ മനുഷ്യരെക്കാൾ പാപികളായതുകൊണ്ടാണ്. ഒന്ന്, പീലാത്തോസ് യഹൂദരെ കൂട്ടക്കൊല ചെയ്യിച്ചതാണ്. യഹൂദന്മാരെ അവരുടെ ദേവാലയങ്ങളിൽ ബലി നടത്താൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. പക്ഷെ അത് വകവയ്ക്കാതെ ബലി നടത്തിയ യഹൂദന്മാരെ പീലാത്തോസ് കൂട്ടക്കൊല ചെയ്യിച്ചു. കാരണം ബലി നടത്തിയവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ, ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ അങ്ങനെ ഒരു ദുരന്തം അവിടെ സംഭവിച്ചത്. രണ്ടാമത്തെ സംഭവം, പീലാത്തോസ് യെറുസലേമിലെ ജലവിതരണത്തിനായി ഒരു ജലകേന്ദ്രം പണിയുവാനായിട്ട് അദ്ദേഹം നിശ്ചയിച്ചു. പക്ഷെ അതിന് വേണ്ടതായ പണമെടുത്തത് യഹൂദന്മാര് ദേവാലയത്തിലിട്ട നേർച്ച പണത്തിൽ നിന്നാണ്. ആ പണം എടുത്ത് അത് ചെയ്തത് കൊണ്ട് യഹൂദന്മാർക്ക് പീലാത്തോസിനോടുള്ള വലിയ വിരോധമുണ്ടായി. എന്നാൽ അങ്ങനെ അത് പണിതുകൊണ്ടിരുന്നപ്പം ആ പണിയിൽ ഏർപ്പെട്ടിരുന്ന 18 പേരെ അത് ഇടിഞ്ഞു വീണ് അവർ മരിക്കാൻ കാരണമായി. അപ്പം യഹൂദന്മാർ പറഞ്ഞു, ആ പണി ചെയ്തവർ ദേവാലയത്തിന്റെ പൈസ എടുത്ത് അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവരങ്ങനെ നശിക്കേണ്ടി വന്നത്. അവർ യേശുവിനോട് ചോദിക്കുന്നു, ഇത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചവർ മറ്റുള്ളവരെക്കാൾ പാപികളായതുകൊണ്ടല്ലേ, അതുകൊണ്ടാണോ എന്നാണ് ചോദ്യം. ഇതിന് അവർക്കൊരു ഗൂഢ ലക്ഷ്യമുണ്ട്. ശാസ്ത്രി പരീശന്മാർക്ക് യേശു പീലാത്തോസിനെതിരായിട്ട് സംസാരിക്കണം. അപ്പം അങ്ങനെ രാഷ്ട്രീയമായി പീലാത്തോസിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് യേശുവിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ അവൻ പീലാത്തോസിനെതിരായിട്ട് സംസാരിക്കുന്നില്ല എങ്കിൽ യഹൂദന്മാര് യേശുവിനോട് പിണങ്ങണം. ഈ ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് കർത്താവിനോട് ഇത് ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, അവർ നിങ്ങളെക്കാൾ പാപികളായതുകൊണ്ടല്ല, നിങ്ങളും അനുഭവിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഇന്നും ഓരോ മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇന്നും മനുഷ്യർ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഇനി അവരുടെയോ അവരുടെ പൂർവികരുടെയോ പാപത്തിന്റെ ഫലമായിട്ടാണോ മനുഷ്യ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അന്ധനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ മനുഷ്യനിങ്ങനെ അന്ധനായി ജനിക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇത് ഇവന്റെ പൂർവികരുടെ പാപമാണോ അതോ ഇവന്റെ പാപമാണോ? അപ്പോൾ കർത്താവ് പറയുന്നു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. എന്നാൽ പാപവും രോഗവും തമ്മിലുള്ള ബന്ധത്തെ യേശു അവിടെ നിഷേധിച്ചുമില്ല. പാപവും രോഗങ്ങളൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. പാപകരമായ ചിന്തകളും പ്രവൃത്തികളൊക്കെ മനുഷ്യനെ ദുരന്തത്തിലേക്കും രോഗത്തിലേക്കൊക്കെ നയിക്കാം. പക്ഷെ എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരമായും അങ്ങനെ ഉണ്ടാവാം. നമ്മുടെ കൺമുമ്പിൽ പല ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്കും മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മെ തന്നെ കൂടുതൽ ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അങ്ങനെ മരിച്ചവരൊക്കെ നരകത്തിൽ പോകുന്നതല്ല അതിനർത്ഥം. അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം അവർക്ക് കൊടുത്തു. അത് മറ്റു ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു വലിയ മാനസാന്തരത്തിന്, പശ്ചാത്താപത്തിന് മുഖാന്തരമായി ഭവിക്കണമെന്നുള്ളതാണ്.
6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഫലം തരാത്തൊരു അത്തിവൃക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. യജമാനൻ തൻ്റെ തോട്ടത്തിൽ അത്തിമരം നടുവിച്ചു. കൃഷിക്കാരൻ അത് നട്ടു, വളമിട്ടു, വെള്ളമൊഴിച്ചു. സാധാരണ അത്തിമരം നട്ടാലും 3 വർഷം കൊണ്ട് ഫലം ലഭിക്കണം. അങ്ങനെ ഫലം ലഭിക്കാതെ വന്നപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആ കൃഷിക്കാരനോട് പറയുന്നു, ഇതിവിടെ ഈ അത്തിമരം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല, അതിനെ വെട്ടിക്കളയുക, അത് ഫലം നമുക്ക് നൽകുന്നില്ല. ഭൂമിയിൽ നിന്ന് വളവും വെള്ളവും ഒക്കെ ഈ അത്തിമരം സ്വീകരിച്ചാണ് അത് വളരുന്നത്. പക്ഷെ അത് തിരിച്ചു നൽകുന്നില്ല. ഫലമില്ലാത്ത അത്തിമരം. ഈ അത്തിമരം ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരുമാണ്. തോട്ടം പരിശുദ്ധ സഭയാണ്. അതില് നമ്മെ നട്ടത്, അതിൽ വേല ചെയ്ത നമ്മുടെ കർത്താവായ യേശുമിശിഹായാണ്. അവനാണ് നമ്മളെ സഭയിൽ അംഗമാകാനുള്ള ഭാഗ്യവും അവസരവും ഒക്കെ നമുക്ക് നൽകിയത്. അങ്ങനെ സഭയിൽ വളർത്തപ്പെടുന്ന നമ്മൾ, ദൈവത്തിൻ്റെ കൃപയാൽ വളർത്തപ്പെടുന്ന നമ്മൾ, അതാണ് വളവും വെള്ളവും. അതിന് തക്കതായ ഫലം നമുക്ക് നൽകുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. പിന്നെ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കൃഷിക്കാരൻ നമ്മുടെ കർത്താവിൻ്റെ വലിയ മധ്യസ്ഥതയാണ്. പിതാവേ, 1 വർഷം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, ഞാൻ കൂടുതൽ വളവും വെള്ളവും ഒക്കെ കൊടുക്കാം, എന്നിട്ടൊരു സാവകാശം കൊടുത്തിട്ട് നമുക്ക് സാവകാശം ഇല്ലെങ്കിൽ പിന്നീട് നമുക്കതിനെപ്പറ്റി, ഈ അത്തിമരം വെട്ടുന്നതിനെ പറ്റി നമുക്ക് ചിന്തിച്ചാൽ പോരെ. അത്തിമരം വെട്ടുക എന്നുള്ളത് ന്യായവിധിയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അവസരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തന്ന് നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. അതിന് തക്കതായ ഫലം നമ്മിൽ നിന്നുണ്ടാവുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ മഹിമ കൊണ്ടല്ല, നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ ഒരു അവസരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് കർത്താവ് രണ്ടാമത് വരുന്നില്ല എന്ന് ആദിമസഭ ചോദിച്ചപ്പോൾ പത്രോസ്ലീഹ അതിന് കൊടുത്തതായ ഉത്തരം പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, നാം ഓരോരുത്തരും മാനസാന്തരപ്പെടേണ്ടതിന് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടുവാൻ. അതുകൊണ്ട് ദൈവം ഓരോ ദിവസവും ദീർഘക്ഷമയോടെ നമ്മുടെ ഭൂമിയിൽ നിലനിർത്തുന്നത് ഞാനും നിങ്ങളുമാകുന്ന അത്തിമരത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ ഈ സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല ഫലങ്ങളെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ഒരു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നതാണ്. അവൾക്ക് കൂനെന്ന രോഗമുണ്ട്, അതോടൊപ്പം അവൾക്ക് അവിടെ ആത്മാവ് അല്ലെങ്കിൽ അവളിൽ അശുദ്ധാത്മാവുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൂനെന്ന രോഗമുള്ള ഈ രോഗവൈകല്യം മാത്രമല്ല അവൾക്കുള്ളത്, അവളെ ആകൽക്കർച്ച ബാധിച്ചിരുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവൾക്ക് അശേഷം നിവരുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് അവൾക്ക് അങ്ങനെ ഒരു ശാരീരിക ബലഹീനത ഉണ്ടായിട്ടും ആ സ്ത്രീ സംഘാലയത്തിൽ വന്നു എന്നുള്ളതാണ്. സിനഗോഗിൽ വന്നു, കഷ്ടപ്പെട്ട് അവൾ അവിടെ നടന്നു വന്നതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. എന്താണ് ഈ കൂനെന്ന രോഗത്തിൻ്റെ പ്രത്യേകത? മുന്നിലുള്ളതോ മുകളിലുള്ളതോ കാണാൻ സാധിക്കില്ല. കൂനുള്ളവർക്ക് മണ്ണിലുള്ളത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഈ കൂനെന്ന രോഗം നമുക്ക് ശാരീരികമായിട്ടില്ലെങ്കിലും നമുക്ക് ആത്മീയമായി കൂനെന്ന രോഗം ബാധിച്ചിട്ടില്ലേ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ദൈവത്തിൽ
ഉള്ള ആശ്രയവും ദൈവത്തിലുള്ള ഒരു സമർപ്പിതമായ അനുഭവമില്ലാതെ ഭൂമിയിൽ മാത്രം നോക്കി ഭൂമിയിലുള്ളതിനെ മാത്രം ആശ്രയിച്ച് അവിടെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വികലമായ ആധ്യാത്മികതയാണ് കൂൻ എന്ന രോഗം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര ചെയ്തത് മുകളിൽ നോക്കി മുന്നിലോട്ട് അവർ യാത്ര ചെയ്യുകയായിരുന്നു. അവർക്ക് എല്ലാ അടയാളങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചത് മുകളിൽ നിന്നാണ്, ആകാശത്തിൽ നിന്നാണ്. നമുക്കറിയാം, സമാഗമന കൂടാരം സ്ഥാപിച്ചതിന് ശേഷം മേഘം നീങ്ങുമ്പോൾ ആകാശത്തേക്ക് നോക്കിയാണ് അവർ അറിയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കണം. മേഘം നീങ്ങുമ്പോൾ അവർ കൂടാരം പൊളിച്ച് അവർ യാത്ര തുടങ്ങും. മേഘം എവിടെ നിൽക്കുന്നുവോ അവിടെ ഒരു കൂടാരം അടിക്കും. ഓരോ ദിവസവും അവർ നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ അവർ മുകളിലേക്ക് ആകാശത്തേക്കാണ് നോക്കുന്നത്. ആ ആകാശം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയാണ് അവർ മുന്നോട്ട് അവർ യാത്ര ചെയ്തത്. അവ മുകളിൽ നോക്കി മുന്നിലേക്ക് യാത്ര ചെയ്യുന്നു. എന്നാൽ കനാനിൽ വന്ന് സ്ഥിരതാമസമായതിനു ശേഷം അവർ ആ ദൈവത്തെ അവർ മറക്കുകയും അവിടെ ഉണ്ടാകുന്ന കൃഷിയുടെ ദേവനെയും മഴയുടെ ദേവനെയും സൂര്യദേവനെയും ഒക്കെ അവർ ആരാധിക്കാൻ പോവുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം. നമ്മളും യാത്ര ചെയ്യേണ്ടത് മുകളിൽ നോക്കി മുന്നിലേക്ക് യാത്ര ചെയ്യണം. സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. മുകളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് എല്ലാ ദിവസവും ആകാശത്തേക്ക് നോക്കി മുകളിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ആത്മീയമായി കൂന് ബാധിച്ച ഒരവസ്ഥയിലാണ് നമ്മൾ. പോകട്ടെ, ഈ സ്ത്രീക്ക് അന്ന് കർത്താവ് സൗഖ്യം കൊടുത്തു. അത് കണ്ടിട്ട് അന്നത്തെ സംഘാലയ പ്രമാണി യഹൂദൻ യേശുവിനെ വളരെ നിശിതമായിട്ട് അവിടെ വിമർശിച്ചു. ആ സ്ത്രീയെ ശാസിക്കുന്നു. ശാബത്തിൽ ഇതൊന്നും ഇവിടെ വരാൻ പാടില്ല, മറ്റു ദിവസങ്ങൾ വന്ന് സൗഖ്യമാക്കിക്കൊള്ളുക. അത് അവൻ്റെ അസൂയ കൊണ്ട് അവൻ പറയുന്നതാണ്. അവർക്കൊന്നും നൽകാൻ സാധിക്കാത്ത സൗഖ്യം കർത്താവിന് നൽകാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കാളയോ കഴുതയോ ഒക്കെ ഉണ്ടെങ്കിൽ തൊഴുത്തിൽ നിന്ന് നിങ്ങൾ ശാപതാന്നും പറഞ്ഞതിന് വെള്ളം കൊടുക്കാതിരിക്കും. അങ്ങനെ തന്നെ വെള്ളം കുടിപ്പിക്കാനുള്ള അനുവാദം അവരത് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ അബ്രാഹാമിൻ്റെ മകളായ ഇവളെ സൗഖ്യം കൊടുത്തതാണോ തെറ്റായി പോയതെന്ന് കർത്താവ് ചോദിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നിയമത്തിന് വേണ്ടിയല്ല ആചരിക്കേണ്ടത്. എല്ലാ നിയമവും മനുഷ്യന്റെ നന്മയ്ക്കാണ്. ശാബത്ത് എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിനും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഉള്ള അവസരമാണ്. അങ്ങനെ ആ സൗഖ്യം ലഭിച്ചതിൽ സന്തോഷിക്കേണ്ടവൻ അസൂയ കൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുന്നതായ ഒരു സാഹചര്യം. ഇനി അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. ഒന്ന് കടുകുമണിയുടെയും പുളിമാവിൻ്റെയും സാദൃശ്യം. ഇത് ഇവിടെ നമുക്കറിയാം, പുളിപ്പിൻ്റെ പ്രവർത്തനം അത് നമുക്ക് കാണാനാകത്തില്ല. അത് അകത്തു നിന്നാണ് പുളിപ്പ് എപ്പോഴും അത് പ്രവർത്തിക്കുന്നത്. അല്പം പുളിപ്പ് പുന്നത്തെ മുഴുവനും ഇത് പുളിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രവർത്തനം അവൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും മുഴുവൻ ബാധിക്കാം. ക്രൈസ്തവ സഭയുടെ ആരംഭം വളരെ ചെറുതായിരുന്നു നമുക്കറിയാം. 12 അപ്പോസ്തലന്മാരാൽ അത് ആരംഭിച്ചു. അതിന്ന് ലോകം മുഴുവൻ അത് വളർന്നു. ഇതുപോലെ നമ്മുടെ ദുഷ്ടപ്രവർത്തികളും സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കടുകുമണിയും അത് വളരെ ചെറിയ വിത്താണെങ്കിലും അത് വളർന്ന് വലിയത് ആകുന്നത് പോലെ നമുക്കും ഈ ഭൂമിയിൽ
പ്രവർത്തിക്കുവാൻ സാധിക്കും. 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് സ്വർഗരാജ്യ അപ്രവേശനത്തെക്കുറിച്ചാണ്. കർത്താവ് പറയുന്നു, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത അബ്രാഹാമിൻ്റെ സന്തതികളായി ജനിച്ചുകൊണ്ട് മാത്രം ഞങ്ങളൊക്കെ നിത്യജീവൻ അവകാശികളാകും, ഞങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് എന്ന് അവർ ചിന്തിച്ചിരുന്നു. യേശു അവരോട് പറഞ്ഞു, അങ്ങനെയല്ല. ഇടുങ്ങിയ വാതിലിലൂടെ ഉള്ള സഞ്ചാരമാണ് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ നയിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം ത്യജിച്ചുള്ള സമർപ്പണത്തിലും നിസ്വാർത്ഥമായ ക്രിസ്തീയ പ്രവർത്തനങ്ങളും കൂടി മാത്രമേ നമുക്ക് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാവുകയുള്ളൂ. അത് ഇടുങ്ങിയ വഴിയാണ്. വിശാലമായ വഴിയാണ് എല്ലാവർക്കും ഇഷ്ടം. ആ വഴിയിലൂടെയാണ് മനുഷ്യർ കൂടുതലും യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വിശാലമായ വഴി എന്ന് പറയുന്നത് ലോകത്തിലുള്ളതൊക്കെ ആസ്വദിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ക്രൈസ്തവ ദൗത്യം അതല്ല. ക്രൈസ്തവ ജീവിതം ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലെ പറയാനും, മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനും, മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാനും പാടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് നിയന്ത്രണം ആവശ്യമാണ് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനമാണ് സ്വർഗരാജ്യ പ്രവേശനം നമ്മളെ യോഗ്യരാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വയം ത്യജിച്ചുള്ള ഒരു സമർപ്പണത്തിലും പ്രയാസകരവും നിസ്വാർത്ഥവുമായ ക്രിസ്തീയ പ്രവർത്തനങ്ങളും കൂടി ആണ് നമ്മൾ ദൈവരാജ്യ പ്രവേശനത്തിന് യോഗ്യതയുള്ളവരായിട്ട് തീരുന്നത്. ഇനിയും 31 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് അന്നത്തെ രാജാവ് അല്ലെങ്കിൽ പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹെരോദസ് രാജാവ് നിന്നെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നീ എത്രയും വേഗം ഇവിടെ നിന്ന് മാറിക്കൊള്ളുക. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവീൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി ഞാൻ നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. എങ്കിലും ഇന്നും നാളെയും മറ്റേന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. ഈ 3 ദിവസം കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ 3 വർഷമായി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കുറുനരി എന്ന് പറയുന്നത് ആടുകളെ കടിച്ചു കീറുവാൻ തക്കം പാർത്തിരിക്കുന്ന ഇത് കുറുക്കൻ. ആ രീതിയിൽ ഹെരോദേസ് തന്നെ കൊല്ലുവാൻ വേണ്ടി രാജാവ് തന്നെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾ ചെന്ന ഹെരോദേസിനോട് ചെന്ന് പറയുക, കാരണം യേശു ഇവിടെ ഒന്നിനെയും ഇത് ഭയപ്പെടുന്നില്ല. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇതിൽ കർത്താവ് ആ ജെറുസലേമിനെ നോക്കി നടത്തുന്ന ഒരു വിലാപം ഇവിടെ കാണാൻ പറ്റും. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ഇത് ചെയ്യുന്നവളെ, പിടക്കോഴി നിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ മക്കളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങളത് സമ്മതിച്ചില്ല. കർത്താവ് വന്നത് മനുഷ്യരെ ഒന്നിച്ച് നിർത്തി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്ന പോലെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുവാൻ അത് തയ്യാറാണ്. പക്ഷേ ആ ചിറകിൻ്റെ കീഴിൽ കയറുവാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ
നമുക്കറിയാം, കോഴിക്കുഞ്ഞിനെ പരിന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ പൈശാചിക ശക്തികളിലേക്ക് നമ്മൾ വീഴ്ത്തപ്പെടും. അതുകൊണ്ട് കർത്താവിൻ്റെ ആ സംരക്ഷണത്തിന് കീഴിൽ, കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്കായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കർത്താവ് അങ്ങനെ ആഗ്രഹിച്ചു, പക്ഷേ അവരതിന് തയ്യാറായില്ല. പുതിയ നിയമ സഭയായ നമ്മളെക്കുറിച്ചും കർത്താവിൻ്റെ ലക്ഷ്യം അതാണ്. കർത്താവിനോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യുക. അപ്പോൾ പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഒക്കെ നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും. ഈ 13-ാം അധ്യായം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. കൂനിൻ്റെ അനുഭവത്തിൽ നിന്ന് നിവർന്ന് യാത്ര ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പാപത്താൽ ബന്ധിതമായ ജീവിതമാണല്ലോ കൂനെന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഈ ദൈവവചനം ആകുന്ന ഈ പ്രകാശത്തിൽ മുകളിലേക്ക് നോക്കി മുന്നിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇടുങ്ങിയ വഴി, എല്ലാവർക്കും വിശാലമായ വഴിയാണ് ഇഷ്ടം. മറ്റുള്ളവർ പറയുന്നത് പോലെ ജീവിക്കുന്നത് പോലൊക്കെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്കെല്ലാം നമുക്ക് ആസ്വദിക്കുവാനും നമുക്ക് അനുഭവിക്കാനും ഉള്ളതല്ല എന്ന ബോധ്യത്തോടെ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അത് ഇടുക്കവും വളരെ ഞെരുക്കവുമാണ്. മറ്റുള്ളവർ ആസ്വദിക്കുന്നത് പോലെ എല്ലാം ആസ്വദിച്ച് നമ്മൾ ഈ ഭൂമി ജീവിക്കേണ്ടവരല്ല. നമ്മുടെ ലക്ഷ്യം അടുത്ത ലോകമാണ്. ആ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. മാത്രമല്ല, ആ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം നമുക്ക് ലഭിച്ചാൽ ഭൂമിയിലുള്ളതൊന്നും പിന്നെ നമുക്ക് ഒരു പ്രശ്നമായി തോന്നുകയുമില്ല. പ്രകാരം സമർപ്പിതമായൊരു ജീവിതത്തിന് നമ്മുടെ വേദ വായനകളും പ്രാർത്ഥനകളും ആരാധനകളൊക്കെ നമ്മളെ സഹായിക്കണം. അതിന് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പാലക്കാലം നമുക്ക് ജീവിക്കാം. ഈ 13-ാം അധ്യായം 1-2 പ്രാവശ്യമെങ്കിലും വായിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.